നമ്മൾ ഓൺലൈൻ സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ മലയാളികൾ എത്ര പേരാണ് UAE പോയി ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് എ സ്കൂൾ അല്ലേ. പെട്ടെന്ന് അഡ്മിഷൻസ് കിട്ടുക, പിന്നെ അറിയാലോ അവിടുത്തെ ഫീസ്, ബാക്കി കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അവിടെ രാവിലെയാണ്, വെളുപ്പിനാണ് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളെ LKG UKG ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വിടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പം അങ്ങനെയുള്ള പാരൻസിനാണ് നമ്മൾ ആ ഒരു തോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈൻ സ്കൂളിംഗ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ മലയാളീസിന് വേണ്ടി തന്നെ തുടങ്ങിയതാണെന്ന് തന്നെ പറയാം. ഓക്കെ, അത് കൂടാതെ ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് കുറേ കുട്ടികൾക്ക് റെഗുലർ സ്കൂളിംഗ് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഓൺലൈൻ സ്കൂളിംഗ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് KG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. KG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ. നമ്മൾക്കിപ്പോ ഒരാൾ എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ബോംബെയിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണല്ലേ ഓൺലൈൻ സ്കൂളിംഗ്. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അഡ്മിഷൻ അവിടെ ചെല്ലുമ്പോൾ കിട്ടണ്ടേ, ചിലപ്പോൾ ഒരു അക്കാഡമിക് ഇയറിന്റെ മിഡിലായിരിക്കും. അപ്പോൾ പോയി പെട്ടെന്ന് അഡ്മിഷൻ കിട്ടൽ പോസിബിൾ അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടിയുടെ സ്റ്റഡീസ് അവിടെ വെച്ച് പോസ് ചെയ്യും. പിന്നെ വീണ്ടും അടുത്ത വർഷം നമ്മൾ അതേ 3rd സ്റ്റാൻഡേർഡിലാണെങ്കിൽ വീണ്ടും 3rd സ്റ്റാൻഡേർഡ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. ഒരു വർഷം ആ കുട്ടിയുടെ പോകും. ഇതിപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഡോണ്ട് പോസ് യുവർ എഡ്യൂക്കേഷൻ. നമുക്ക് അത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഭവൻ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കാൻ ഒരു കുട്ടി, അവന്റെ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ആയി. ഓക്കെ, ഒരു 3ാം ക്ലാസ്സിന്റെ ഒരു ജൂണ് ചേർന്നു അവൻ ഇവിടെ. ജൂണും ജൂലൈ ഇവിടെ പഠിച്ചു. ഒരു ഓഗസ്റ്റ് ആയപ്പോഴേക്കാണ് ബോംബെയിലേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ക്രിഷ് ഓൺലൈൻ സ്കൂൾ കോച്ചിങ് എടുക്കുകയാണ്. ആ ഒരു വർഷം മുഴുവൻ അവിടെ ചെയ്യാം. പിന്നെ തിരിച്ച് അവന് 4ാം ക്ലാസ്സിലേക്ക് വീണ്ടും ഇങ്ങോട്ട് വരണമെങ്കിലും ഇവിടെ വന്ന് ഭവൻസിൽ റീജോയിൻ ചെയ്യാം. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ആണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിൽ ബെനിഫിറ്റഡ് ആവുന്നത് ഇതുപോലെ ട്രാൻസ്ഫറബിൾ ജോബ് ഉള്ള പാരന്റ്സ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ ഈ പെട്ടെന്ന് UAE പോയ ആളുകളാവാം. അങ്ങനെയുള്ള പാരന്റ്സിനാണ് ഇത് കൂടുതലും ഹെൽപ്ഫുൾ ആയിട്ട്. പിന്നെ ഈ 4ാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഹയർ സ്റ്റഡീസിലേക്ക് പോകാനായിട്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ സിലബസ് ആണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്? നമ്മൾ CBSE സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. KG to 4th സ്റ്റാൻഡേർഡ് വരെയാണ് ഇപ്പൊ കറന്റ്ലി നമുക്ക് ഉള്ളത്. നോർമൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതും ലിമിറ്റഡ് സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിലുള്ളത്. അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ സമയമൊക്കെ സാധാരണ നമ്മൾ ക്ലാസ്സിൽ പോയിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയാണോ കുട്ടികളെ വീട്ടിൽ അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് അവർക്ക് പഠിക്കാം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ നോട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ലൈവ് ക്ലാസ്സസും ആണ്. അപ്പൊ അതിന്റെ ഹോംവർക്ക്സ് നമ്മൾ സാധാരണ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാ അതേപോലെ തന്നെ അവർക്ക് ലൈവായിട്ട് ചെയ്യാം.